ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഇറ്റ്സ് മീ ആയിഷ്. ഇന്നത്തെ വീഡിയോ എല്ലാവരെയും പോലെ തന്നെ എനിക്കും ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ്. കാരണം ഇന്ന് പെരുന്നാളിൻ്റെ തലേന്നാണ്. അതുകൊണ്ട് തന്നെ ആദ്യം ഞങ്ങൾ മൈലാഞ്ചി വെച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷേ ആദ്യം തുടങ്ങുന്നതല്ല, അത് ഏറ്റവും അവസാനം കഴിഞ്ഞൊരു പരിപാടിയാണ് കേട്ടോ. രാത്രി നല്ലോണം ലേറ്റായി മൈലാഞ്ചൊക്കെ വെച്ചിട്ട് കിടക്കുമ്പോൾ. പിന്നെ കാണുന്നത് ഞങ്ങൾ പിറ്റേന്ന് കറിക്ക് ആവശ്യമായ ബീഫിൻ്റെ മസാലകൾ ഉണ്ടാക്കുന്നതാണ്. ബീഫിന് അതിനാവശ്യമായ എല്ലാ മസാലകളും ഉണ്ടാക്കി അത് നല്ല രീതിയിൽ റെഡിയാക്കി ഫ്രിഡ്ജിൽ കയറ്റി വെക്കലാണ് പൊതുവെ ഞങ്ങളുടെ വീട്ടിലെ പതിവ്. ആ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ബീഫിൻ്റെ എല്ലാ മസാലകളും ഇട്ട് നല്ല രീതിയിൽ അത് മിക്സ് ചെയ്ത് അത് ഞങ്ങൾ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുണ്ട്. നല്ല വഴറ്റിയ മുളകാണ് കേട്ടോ. അത് തന്നെ മതി അതിൻ്റെ മസാല. എല്ലാ മസാലകളും ഇട്ടിട്ട് റെഡിയാക്കിയ നല്ല മുളകാണത്. പിന്നീട് ഞങ്ങൾ അയൽവാസികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കുറച്ച് പലഹാരങ്ങളാണിത്. ഇതിലൊരു മൂന്നാല് തരം പലഹാരങ്ങളുണ്ട്. ഞങ്ങൾ പൊതുവെ കൊടുക്കാറുണ്ട്. എല്ലാ നാട്ടിലും എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയില്ല. പിന്നെ ഞങ്ങൾ അന്ന് രാത്രിക്ക്, അതായത് പെരുന്നാളിൻ്റെ തലേന്നേക്ക് ആവശ്യമായ കറിയാണിത്. രാത്രി അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. ഇത് അധികം മസാലകളൊന്നും ഇല്ലാത്ത ചിക്കൻ കൊണ്ടാട്ടം എന്നാണ് കേട്ടോ ഇതിനെ പറയാം. ഇതിൽ അധികം മസാലകളൊന്നുമില്ല. ശരിക്കും കുറച്ച് വറ്റൽമുളകും ഉള്ളിയും കറിവേപ്പിലയുമാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. പിന്നെ മസാലകളൊക്കെ വളരെ കുറവാണ്. അത് അത്രയേ ഉള്ളൂ. അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നീട് ഞങ്ങൾ പിറ്റേന്നേക്ക്, അതായത് പെരുന്നാളിൻ്റെ അന്ന് ആവശ്യമായ പുഡിങ് ഉണ്ടാക്കുകയാണ്. പുഡിങ് ഉണ്ടാക്കുമ്പോൾ ഞാനൊരു 3/4 ലിറ്ററോളം പാലും എടുത്തിട്ടുണ്ട്. അങ്ങനെ പുഡിങ്ങിന് വേണ്ടുന്ന ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇട്ട് പുഡിങ് റെഡിയാക്കുന്നുണ്ട്. പുഡിങ്ങിൻ്റെ റെസിപ്പി ഞാൻ പിന്നീടൊരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. കാരണം അതും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്താൽ വീഡിയോ വലുതായി പോകും. പുഡിങ്ങും അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ പുഡിങ് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് അതിൻ്റെ എല്ലാം ഓക്കെ ആക്കി വെച്ച് പിന്നീട് ഞാൻ ഫുഡ് കഴിക്കാൻ പോയി. ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഗുഡ് നൈറ്റ്.